എലനോർ റൂസ്വെൽറ്റ് അമേരിക്കയിലെ ഏറ്റവും ദീർഘകാലം പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റിൻ്റെ ഭാര്യയാണ്. അമേരിക്ക കണ്ട ഏറ്റവും നല്ല ഡിപ്ലോമാറ്റ്സ് ഒരാളായിട്ട് ഇന്നും അറിയപ്പെടുന്ന ആളാണ്. ഒരു ആക്ടിവിസ്റ്റായിരുന്നു. റൂസ്വെൽറ്റിൻ്റെ ഒരുപാട് നയതന്ത്ര കാര്യങ്ങൾ മാർഗദർശിയായിരുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഈ എലനോർ റൂസ്വെൽറ്റ് തന്നെയാണ്. അവരുടെ അഭിപ്രായത്തിൽ നമ്മെ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ധാരാളം ഉണ്ടാവും. പക്ഷെ അവയെ നോക്കി പകച്ചു നിൽക്കുകയല്ല. അവ നമുക്ക് തരുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജം എന്ന് പറയുന്നത് 1 സ്ട്രെങ്ത്താണ്, 2 കറേജാണ്, 3 കോൺഫിഡൻസ് ആണ്. കാരണം ഈ ഓരോ സാഹചര്യങ്ങളെയും ഓരോ അനുഭവങ്ങളെയും നമ്മൾ നേരിടുമ്പോൾ അതുവഴിയായിട്ട് നമുക്ക് കൂടുതൽ ശക്തി ആർജിക്കാൻ പറ്റും. ശക്തി ആർജിക്കുന്നതോറും നമുക്ക് കൂടുതൽ ധൈര്യം കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ ധൈര്യം കിട്ടുന്നതോറും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മെ ശക്തിപ്പെടുത്താനും നമ്മെ ധൈര്യപ്പെടുത്താനും നമുക്ക് ആത്മവിശ്വാസം തരാനും നമ്മെ പേടിപ്പെടുത്തുന്നു എന്ന് നാം കരുതുന്ന സാഹചര്യങ്ങൾക്ക് കഴിയും എന്ന് അവർ പറയണ്ടേ. ഈ തിരമാലയിൽ നിന്നും ഇപ്പോൾ എനർജി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നത്, പലർക്കും പരീക്ഷിക്കുന്നുണ്ട്. ഇത് ഓരോ തിരയും തല്ലിയിട്ട് അല്ലേ, കരയോടടുക്കുന്ന തിര തല്ലി തകർന്നാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ തല്ലി തകർന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും അതിനകത്ത് ഊർജമുണ്ട് എന്നുള്ളൊരു ശാസ്ത്രീയ തിരിച്ചറിവുകളെ കൂടി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എലനോർ പറഞ്ഞ മാതിരി അതിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അത് നമുക്ക് തരുന്ന ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും നമുക്ക് മുതലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ലൂയിസ ആൽക്കോട്ട് ലിറ്റിൽ വിമൻ എന്ന് പറയുന്ന ഒരു ഓസ്കാർ വരെ എത്തിയ ഒരു നോവലിൻ്റെ എഴുത്തുകാരിയാണ്. 4 സഹോദരന്മാരുടെ സാധാരണ ജീവിതത്തിൻ്റെ കഥ എഴുതിയ ഒരാളാണ്. അവരുടെ അഭിപ്രായത്തിൽ എനിക്ക് തിരമാലകളെ പേടിയില്ല. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദ സ്റ്റോംസ് ഓർ ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് ദ സ്റ്റോംസ്. അത് ഐ ഹാവ് നോ ഫിയർ ഓഫ് ദ സ്റ്റോംസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ തിരമാലകളെ പേടിയില്ല. കാരണം ഈ തിരമാലകളാണ്, കൊടുങ്കാറ്റുകളാണ് സ്റ്റോംസ്. ഈ കൊടുങ്കാറ്റുകളാണ് എന്നെ എൻ്റെ ഷിപ്പ് നാവിഗേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. കാരണം ഈ കൊടുങ്കാറ്റില്ലായിരുന്നുവെങ്കിൽ ഞാൻ ക്യാപ്റ്റനായിരിക്കുന്ന എൻ്റെ ഷിപ്പ് ഉണ്ടല്ലോ, എൻ്റെ ജീവിതമാകുന്ന ഷിപ്പ് യാത്രയാണ്. ആ യാത്രയിൽ എൻ്റെ ഷിപ്പിനെ എനിക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് ഈ കൊടുങ്കാറ്റുകളാണ്. അപ്പോൾ കൊടുങ്കാറ്റുകൾ സ്വാഭാവികമാണ് ജീവിതയാത്രയിൽ. പക്ഷെ ആ കൊടുങ്കാറ്റുകളെ എങ്ങനെ തരണം ചെയ്യണം, നാവിഗേറ്റ് ചെയ്യണം, അവയിൽ തകർന്നു പോകാതെ അവയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എങ്ങനെ കഴിയണം എന്ന് പഠിപ്പിക്കുന്നത് കൊടുങ്കാറ്റുകളാണ്. ആ കൊടുങ്കാറ്റില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരേ ദിശയിൽ തന്നെ പോകുമായിരുന്നു. ഒരു ദിശാസന്ധിയിൽ എങ്ങനെ നമുക്ക് ആ ദിശാസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിൽ നമുക്ക് നേരെ വരുന്ന കൊടുങ്കാറ്റുകളെ പേടിക്കുകയല്ല, അവയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വിദ്യ അഭ്യസിക്കലാണ് യഥാർത്ഥത്തിൽ നാം ഓരോ തവണയും അവയെ ഫേസ് ചെയ്യുമ്പോൾ, അവയെ അഭിമുഖീകരിക്കുകയും അവയെ തരണം ചെയ്യുകയും ചെയ്യുമ്പോൾ പഠിക്കുന്നത്. ഈ 2 ചിന്തകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ജീവിതങ്ങൾ നമ്മളിന്ന് ഭയത്തിന് അടിപ്പെട്ട് ഡിപ്രഷനിലേക്കോ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഭയപ്പാടുകളിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കാനും അവർക്ക് ശക്തിയും ധൈര്യവും ആത്മവിശ്വാസം കൊടുക്കുവാനും അതുപോലെ അവയെ തരണം ചെയ്യുന്നതിലൂടെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്ന് അവയെ അഭിമുഖീകരിച്ച് പഠിപ്പിക്കുവാനും നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കഴിയട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.